ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ. താരനും മുടി കൊഴിച്ചിൽ കുറയാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പാക്കാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പേരക്ക ഇലയാണ് കേട്ടോ. നല്ല തളിര ഇലയാണ് കൂടുതൽ നല്ലത്. ഇനി തളിര ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേരയില ഒന്ന് കൈകൊണ്ട് പിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ കണക്കൊന്നുമില്ല, ഒരു 5-10 ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ നമ്മളതിലേക്ക് തൈരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തൈര് ഒരു 2-3 സ്പൂണ് തൈര്. നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പം വെള്ളത്തിൻ്റെ പുരയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി തുണിയിൽ വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മളിത് അരിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ താരൻ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. ഒറ്റ യൂസ് തന്നെ താരൻ മാറുമെന്ന് പറയണില്ല, പക്ഷേ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ മുടിയിൽ വരുന്ന മാറ്റം അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുടിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ മുടി ഒരു ശേഷിയില്ലാതിരിക്കുന്ന ആ മുടിയൊക്കെ ആണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളെ മുടിക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്ന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ടോടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിത് എങ്ങനെയാണ് മുടിയിൽ തേക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിത് തേക്കുന്നതിൻ്റെ മുമ്പ് ഓയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. തൈരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടി നല്ലൊരു കഴുകി കഴിഞ്ഞാലൊക്കെ ഒരു ഓയിലി ഫീൽ ഉണ്ടാവും. ഇനി ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഇതാണെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് നമ്മൾ സ്ഥിരം തേക്കണ ഓയിൽ തേച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉപയോഗിക്കണവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. നമ്മളിതൊരു കോട്ടണിൽ ഇതാക്കിയിട്ട് മുടിയുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി എവിടെയെങ്കിലും കൂടുതലായിട്ട് താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കുകയാണേ. മുടിയുടെ ഇഴകളിലേക്ക് തേക്കണമെന്നില്ല. ഇനി നമ്മളെടുത്ത പാക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുടിയുടെ ഇഴയിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് പാക്ക് തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് കൂടി ചെയ്തതിന് ശേഷം നമ്മൾ മുടി ഒന്ന് കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട, ഒരു 15-20 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. പിന്നെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള നെറ്റിയുടെ ആ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പുതിയ മുടിയൊക്കെ നന്നായിട്ട് തന്നെ വളരും. പിന്നെ മുടി ചെറിയ ചെറിയ സെക്ഷനാക്കി എടുത്തിട്ട് സ്കാൽപ്പിൽ മൊത്തം തേച്ചിടണം കേട്ടോ. എല്ലായിടത്തും ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു 20 മിനിറ്റോളം വെച്ചിട്ട് നമ്മൾ ഈ പാക്ക് കഴുകുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ തല വാഷ് ചെയ്യുമ്പോൾ ഒരു ഷാമ്പു ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഒരു ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ തൈരും പേര ഇലയും കൂടി ചേർത്തതുകൊണ്ട് കൂടുതലായിട്ടൊരു ഓയിൽ ഫീൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ള ഈ പാക്ക് മുടിയുടെ ഇഴയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇവർ രണ്ടാളുടെ ഹെയറിൽ എന്ത് പാക്ക് ചെയ്താലും ഞാനും കൂടെ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ മുടിയൊക്കെ ഒരു വിശപ്പില്ലാത്തൊരു പാറൽ മുടി പോലെയുള്ള അങ്ങനത്തെ മുടിയൊക്കെ ആണെങ്കിൽ ഈ പേരയില തേച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ ആ മുടിയുടെ ആ ഒരു മാറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയും മറ്റൊരു ഹെയർ പാക്കുമായി നമുക്ക് വീണ്ടും കാണാം.